യോഗാധ്യക്ഷൻ വിവിധ സംഘടനാ നേതാക്കന്മാർ, സഹാക്കളെ, സുഹൃത്തുക്കൾ, ഇങ്ങനെ ഒരു സമരം പത്തനംതിട്ട ജില്ലയിൽ വർഷങ്ങളിലായി നടത്തുന്നതിനെ സംബന്ധിച്ച് നിർദ്ദിഷ്ട ജില്ലകാരി നമ്മുടെ രാജ്യത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നതും വിശ്വാസ സമൂഹം ഏറ്റവും അധികം ആദരിക്കപ്പെടുന്നതുമായ ഒരു ആ ശബരിമലയിൽ 2014 മുതൽ അവിടെ ചില അനുസരണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വ്യാപകമായ പ്രചരണമുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകളും തന്നെ ലഭ്യമായിരുന്നു. കാരണം ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര ഭരണസമിതിയാണ്. അതിൽ തന്നെ ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനങ്ങൾ മാത്രമെടുക്കാനുള്ള അവകാശമുള്ള സമിതിയാണ് ദേവസ്വം ബോർഡ്. എന്നാൽ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചോളം അന്തിമമായ തീരുമാനമെടുക്കാനുള്ള അവകാശം ജന്മസിദ്ധമായി തന്ത്രിയിൽ നിക്ഷിപ്തമാണ്. നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുള്ളതാണ്. ശബരിമലയിൽ ദേവപ്രശ്നം നടത്തുന്നു. ദേവപ്രശ്നം ദർശനശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവപ്രശ്നം നടത്തുമ്പോൾ ദേവന്റെ ഹിതം എന്താണോ അത് ആ കളത്തിൽ തെളിഞ്ഞു വരും എന്നാണ് വിശ്വാസം. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരം അത് ദുർബലമാണ്, അതിന്റെ അടിത്തറ തകർന്നിരിക്കുന്നു, അതെല്ലാം അതിന്റെ ഉള്ളിലുള്ള തേക്ക് തടി ചെതലരിച്ചു പോയാൽ ഏത് സമയം അപകടം സംഭവിക്കാം. അതുകൊണ്ട് ഹിതം പരിശോധിച്ചപ്പോൾ ദൈവം ഭഗവാൻ പറഞ്ഞു ഈ കൊടിമരം പൊളിച്ചു പണിയണം. ഭഗവാനെ കൊണ്ടത് പറയപ്പെട്ടത് തന്ത്രിയാണ്. തന്ത്രി പറഞ്ഞു കൊടിമരം പൊളിക്കണം. പക്ഷേ നമ്മളെല്ലാം ചിത്രത്തിൽ കണ്ടാണ് കൊടിമരം പൊളിച്ചപ്പോൾ കൊടിമരത്തിന് യാതൊരു തകരാറുമില്ല. കാരണം അത് തേക്കുമരമായിരുന്നില്ല, കോൺക്രീറ്റ് തൂണിലാണ് സ്വർണം പൊതിഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം ദേവസ്വം ബോർഡും അല്ലെങ്കിൽ ഈ പറയുന്ന മന്ത്രി ഉൾപ്പെടെ എടുക്കാനുള്ള കാര്യം കൊടിമരത്തിൽ പൂശിയിരിക്കുന്ന കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റി